നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഉള്ളത് പറയണമല്ലോ. പ്രിയങ്ക മോള് വന്ന് കയറിയതിൽ പിന്നെ ഇത്ര പക്വതയുള്ള ഒരു മറുപടി ഞാൻ കേട്ടിട്ടില്ല. നന്നായി മോളെ. ഇതെന്തു പറ്റി? പൂജാമുറിയാണോ ഇങ്ങനെ കിടക്കുന്നത്? ഞാനും അതാ ആലോചിക്കുന്നേ. രാധിക മോളിപ്പോ പ്രാർത്ഥിച്ചിട്ട് പോയതല്ലേ ഉള്ളൂ. അമ്മേ, മോളെ, പൂജാമുറി എന്താ ഇങ്ങനെ കിടക്കുന്നേ? ഞാനിപ്പോ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. മുത്തശ്ശി പൂജമുറി കയറിയോ? മുത്തശ്ശിയല്ല, രാധിക തൊഴുതിട്ട് പോയത്. രാധിക ചേച്ചി, എന്താ? മുത്തശ്ശി അതൊന്ന് നോക്കിയേ. പൂജമുറി അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നത് കണ്ടോ? എന്താ? ചേച്ചിയാണോ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് പോയത്? അതെ. എന്നിട്ട് എന്തായി കാണിച്ചിട്ടിരിക്കുന്നെ? ഇനി പേരെടുക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ പോകുമ്പോ പൂജാമുറി ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും വന്ന് വൃത്തിയേടാക്കിയതാണോ? രാധികയുടെ ഭക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. രാധിക പൂജാമുറി എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അച്ഛാ, ഞാനിപ്പോ എല്ലാം വൃത്തിയാക്കി തരാം. അത് കഴിഞ്ഞിട്ട് തൊഴാം. എന്താ കുട്ടി ഇത്? കുറച്ചുകൂടി നല്ല രീതികള് കുട്ടിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതാ. ഞാൻ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായി കാണുന്ന നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത്? നല്ലത് പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുൻപേ മതി, വെറുതെ കാര്യം അറിയാതെ ആരെയും കുറ്റപ്പെടുത്തണ്ട. ഈ വീട്ടില് വേറെ ആളുകളുണ്ടല്ലോ, അവരാരെങ്കിലും ചെയ്തതാണോ എന്ന് അന്വേഷിച്ചു നോക്കാം. മോളകത്തേക്ക് പൊയ്ക്കോ. പ്രിയങ്ക മോൾ ഇന്ന് വരെ പൂജാമുറി വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നെന്താണാവോ വിശേഷിച്ച് ഇങ്ങനെ തോന്നാൻ? അതെന്താണെന്നറിയോ മുത്തശ്ശി? വരുണിനെ ദൈവമായി കാണാനും
വരുണിന്റെ കുടുംബത്തെ ശ്രീകോവിലായി കാണാനും ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതുകൊണ്ടാ. ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഉള്ളത് പറയണമല്ലോ. പ്രിയങ്ക മോള് വന്ന് കയറിയതിൽ പിന്നെ ഇത്ര പക്വതയുള്ള ഒരു മറുപടി ഞാൻ കേട്ടിട്ടില്ല. നന്നായി മോളെ. ഇനി അച്ഛൻ തൊഴുതോളൂ. എന്താ ഐശ്വര്യ, എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? എടുത്തെന്താ പതിവില്ലാതെ ഈ നേരത്ത്? എനിക്കെന്താ എന്റെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. ഞാനും എന്റെ ഏട്ടനും കുട്ടികളും മാറി താമസിച്ചേ ഉള്ളൂ. പക്ഷേ ശ്യാമയായിട്ടുള്ള ബന്ധത്തിന് മാറ്റമൊന്നുമില്ല. ശ്യാമയില്ലേ? ഉണ്ട്. എന്റെ ഐശ്വര്യ, കാലങ്ങൾക്ക് ശേഷം ഒരു ബന്ധുവിനെ കാണുമ്പോ നന്നായിട്ടൊന്ന് ചിരിച്ചൂടെ നിനക്ക്? അതോ ഇക്കാലത്തിനിടയിൽ ചിരിക്കാൻ കൂടി മറന്നു പോയിട്ടുണ്ടോ? എടത്തി പറഞ്ഞത് ശരിയാ, ചിരിക്കാൻ കൂടി മറന്നുപോയി ഞാൻ. അല്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ എനിക്ക് എവിടെ സമയമുണ്ടായത്? ശ്യാമയുടെ പ്രോഗ്രാംസ്, അതിന്റെ കാര്യങ്ങള്, ആളുകളുമായിട്ടുള്ള ഇടപെടല്, ഒരു സെലിബ്രിറ്റി ആവാനൊക്കെ എളുപ്പോ. പക്ഷേ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പാടാ. ശ്യാമയ്ക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഏടത്തിക്ക് അറിയാലോ. ശ്യാമയ്ക്കൊന്നും അറിയില്ലെങ്കിൽ എന്താ, ഐശ്വര്യക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.